പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണയുന്നു. ഇച്ഛിക്കുന്ന നന്മയ്ക്കു പകരം ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്ന ഞങ്ങളുടെ ദുരവസ്ഥയുടെ മേൽ കരുണ ചൊരിയണമേ. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. കണ്ണുകളടച്ച് ദൈവിക സാന്നിധ്യം നമുക്ക് ഓർമ്മിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കട്ടെ. കർത്താവിൻ്റെ സവിശേഷമായ സംരക്ഷണം നമ്മെ പൂർണ്ണമായിട്ടും പൊതിഞ്ഞു നിൽക്കുവാൻ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും പൈശാചികമായ ശക്തിയിൽ നിന്നും കർത്താവായ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ആ കൃപയുടെ ജീവിതം തുടരുവാൻ ഇടയാകട്ടെ. ദൈവികമായ ജ്ഞാനം നമ്മൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിന് നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ ചിന്തയിലും എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധാത്മാവ് എല്ലാ കാര്യവും ക്രമീകരിക്കട്ടെ. എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ, പ്രവർത്തന മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മയിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ മാമോദീസായി ലഭിച്ച ദൈവിക വരപ്രസാദം സംരക്ഷിക്കുവാനായി അമ്മയുടെ സഹായം നമുക്ക് ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം അവരുടെ നിയോഗങ്ങളിൽ സംഭവിക്കുവാൻ സഹായം ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ തിരുവചനം നമ്മൾ കൂടെ ശ്രവിക്കുന്ന തിരുവചന ഭാഗമാണ്. അത് ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. ഈ വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയുവാൻ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊരു തിരിച്ചറിവിൽ വളർന്നു വരുവാൻ, അത് നമ്മുടെ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കുവാനും ജീവിതം നവീകരിക്കപ്പെടുവാനും, നമ്മുടെ ഉള്ളിൽ മാത്രമല്ല മറ്റു വ്യക്തികളുടെ ഉള്ളിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനുള്ള ആത്മീയമായ വെളിച്ചത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ സ്നേഹത്തോടെ അവരുടെ മുഖത്ത് നോക്കി ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ
പ്രത്യക്ഷീകരണ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും 3 സംഭവങ്ങളിലൂടെയാണ് ഈശോയുടെ ദൈവികത, ദൈവത്വം വെളിപ്പെട്ട് കിട്ടുക. ഒന്ന്, ജ്ഞാനികളായ ആളുകൾ വന്ന് ഈശോയെ ആരാധിക്കുന്ന സംഭവം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മറ്റുള്ളവര് ഈശോയുടെ ദൈവത്വം വെളിവാക്കിയത്. രണ്ടാമത്തത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണവേളയിൽ വെച്ച് നടന്ന അത്ഭുതത്തിലൂടെ ഈശോ തൻ്റെ ദൈവികത വെളിവാക്കി. ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ്. മൂന്നാമത്തത് അത് യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ദൈവമായ കർത്താവ് പുത്രൻ്റെ ദൈവത്വം വെളിവാക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ യേശുവിൻ്റെ ദൈവത്വം വെളിവാക്കുന്നു, ഈശോ സ്വയമേ തൻ്റെ ദൈവത്വം വെളിവാക്കുന്നു, ദൈവം യേശുവിൻ്റെ ദൈവത്വം വെളിവാക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും ഈ 3 തലങ്ങളും ഉണ്ട് എന്നാണ്. നമ്മളിലുള്ള ദൈവികത മറ്റുള്ളവര് വെളിപ്പെടുത്തി തരുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമ്മളിലെ ദൈവികത നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ വെളിവാക്കപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നമ്മിലുള്ള ദൈവികത ദൈവം തന്നെ വെളിവാക്കിയ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവികത നമ്മുടെ ഉള്ളിലുണ്ട് എന്നും അത് വെളിവാക്കപ്പെടേണ്ട കാര്യമാണ് എന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ ഈശോ ഒരു സാധാരണക്കാരനെ പോലെയാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. യോഹന്നാൻ ജോർദാൻ നദിയിൽ പാപികളായ ആളുകൾക്ക് വേണ്ടി, പാപം ചെയ്ത വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ആ മാമോദീസ കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് ഈശോയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ജ്ഞാനസ്നാനം എപ്പോഴും പാപങ്ങൾ ഏറ്റുപറയുന്ന സന്ദർഭമാണ്, നമുക്കറിയാം. മാമോദീസ വേളയിൽ നമ്മൾ ഏതൊരു വ്യക്തിയും അതുവരെയുള്ള ജീവിതത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭമാണ്. അപ്പം ഈശോയുടെ കാര്യത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. പാപം ചെയ്തിട്ടില്ല, പാപം എന്താണെന്ന് അറിയില്ല. പരമപരിശുദ്ധനായ ഈശോയ്ക്ക് ഒരു പാപിയായ ഒരു മനുഷ്യൻ നടത്തുന്ന ജ്ഞാനസ്നാനം പോലെയുള്ള ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും പാപമൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവൻ സബനായിരിക്കുന്നത് കൊണ്ട് പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരോട്, നമ്മളോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടിയാണ് ഈശോ ജോർദാൻ നദിയിൽ സ്നാപയോഹന്നാന്റെ അടുക്കൽ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. അപ്പം യേശുവിൻ്റെ ഒരു താതാത്മ്യപ്പെടൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കുകയാണ്. എലീശയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ഗുരുവായ പ്രവാചകന്റെ ആ മേൽമുണ്ട്, മേൽവസ്ത്രം കിട്ടിയ അദ്ദേഹം നദിയിലേക്ക് വരുമ്പോൾ ആ നദിയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊണ്ട് അടിക്കുകയും ഉടനെ നദി പിളരുകയും അതിൽ കര തെളിയുകയും പ്രവാചകൻ അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു പിളർപ്പ് സൃഷ്ടിച്ച്, ജീവിതത്തിൽ ഒരു പിളർപ്പ് സൃഷ്ടിച്ച്, ഒരു പുതിയ കര സൃഷ്ടിച്ച്, ഒരു പുതിയ വഴി കണ്ടുപിടിച്ച് ദൈവത്തെങ്കിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ യാത്ര തുടരുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും ബാധകമായ ഒരു കാര്യം തന്നെയാണ്. ഇനി ഈശോ സ്നാപയോഹന്നാന്റെ അടുക്കൽ വന്ന് ഈ സ്നാനം സ്വീകരിക്കുന്ന വഴിയായിട്ട് സ്നാപയോഹന്നാന്റെ പ്രവർത്തനങ്ങൾ ഈശോ അംഗീകരിക്കുകയാണ്. സ്നാപയോഹന്നാനുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തികൾക്കും രക്ഷയുടെ മാർഗത്തിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ള കാര്യം ഈശോ ശരിക്കും സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ ജ്ഞാനസ്നാന പ്രവൃത്തിയിലൂടെ. ഈശോ യോഹന്നാനിൽ വന്ന് സ്നാനം സ്വീകരിച്ച് ഒരു പുതിയ ജീവിതമല്ലെന്ന് നമുക്കറിയാം. ഈശോയുടെ എന്നുമുള്ള ജീവിതം, വിശുദ്ധമായ ജീവിതം തുടർന്നിട്ടുണ്ടെങ്കിൽ, തുടർന്നു വരുന്നുണ്ടെങ്കിൽ
അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഇപ്പം ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരുമായിട്ട് താതാത്മ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈശോ, നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വഴിയായിട്ട് ഈശോയുടെ താതാത്മ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ജീവിതം എങ്ങനെയായിരുന്നു, ആ ഒരു ജീവിത ശൈലി നമ്മളിൽ രൂപപ്പെടുത്തുന്ന ആദ്യത്തെ ഘട്ടം എന്ന് വേണേൽ പറയാം നമ്മുടെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. ഇനി ഈശോ സ്നാപയോഹന്റെ അടുക്കിലേക്ക് സ്നാനം സ്വീകരിക്കാൻ വരുമ്പോൾ യോഹന്നാൻ ഈശോ തടയുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയാണ്, ഞാൻ നിന്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്തുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരുന്നു? ഇങ്ങനെ പറഞ്ഞു തടയുമ്പോൾ ഈശോ പറയാണ്, ഇപ്പോൾ ഇത് നിവർത്തിക്കുക, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സകല നീതിയും നമ്മളിലൂടെ പൂർത്തിയാകേണ്ടതല്ലേ? അപ്പൊ സകല നീതിയും തൻ്റെ ജീവിതത്തിലൂടെ പൂർത്തിയാകുന്നതിൻ്റെ ആരംഭമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണെന്നുള്ളതിൻ്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഈശോ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്നത്. പിതാവായ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നുകം അതെത്ര ഭയാനകമാണെങ്കിലും, അതെത്ര ഭാരമുള്ളതാണെങ്കിലും അത് വഹിക്കുവാൻ തൻ്റെ സന്നദ്ധത ഈശോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയമാണ് മാമോദീസ വേള എന്ന് പറയുന്നത്. ഈശോ മനുഷ്യവംശത്തിൻ്റെ കുറ്റബോധം മുഴുവനും ജോർദാൻ നദിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ള സത്യം. ഈശോയുടെ ജ്ഞാനസ്നാനം വഴിയായിട്ട് ഈ ലോകത്ത് നടക്കുന്ന സകലവിധ ജ്ഞാനസ്നാനത്തെയും ഈശോ രക്ഷാകരമാക്കി മാറ്റിയെന്നും വിശുദ്ധീകരിച്ചുവെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അവിടുത്തെ പരസ്യ ജീവിതത്തിൻ്റെ തിരുമുറ്റത്തേക്ക് അവിടുന്ന് പ്രവേശിക്കുകയാണ് ജ്ഞാനസ്നാനത്തിലൂടെ, മാമോദീസയിലൂടെ. അപ്പം മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഒരു അടയാളമായിട്ടും ആരംഭമായിട്ടുമാണ് ഈശോയുടെ ജ്ഞാനസ്നാനത്തെ നമ്മൾ കരുതേണ്ടത്. ഈശോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും വെള്ളത്തിൽ നിന്ന് കയറുന്നതും യേശുവിൻ്റെ നരകത്തിലേക്കുള്ള ഇറക്കവും അവിടുത്തെ ഉദ്ധാനവുമാണെന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്. അപ്പൊ ഈശോയുടെ മാമോദീസ സംഭവത്തെ സഭാപിതാക്കന്മാരെല്ലാം ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാന സംഭവമായിട്ടാണ് താതാത്മ്യപ്പെടുത്തുന്നത്. വിശുദ്ധ പൗലോസ് ലീഗ അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അദ്ദേഹം നമ്മുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് യേശുവിൻ്റെ പീഡാസഹന മരണ ഉദ്ധാനത്തോടുള്ള ഐക്യപ്പെടലാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനത്തെ നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിനും സദൃശമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. ഇനി നമ്മൾ പാപത്തിന് അടിമകളല്ല. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധീകരണത്തിൻ്റെ, പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ അടയാളമാണ്, അതിനുള്ള അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ഓർക്കാം. ഈ പൗരസ്ത്യ ആരാധനക്രമത്തിൽ മിക്കവാറും യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിലെ പ്രാർത്ഥനകളെല്ലാം പെസഹ ദിവസത്തിലെ പ്രാർത്ഥനകളുമായിട്ട് ഒത്തിരി സാമ്യമുള്ളതാണ്. പൗരസ്ത്യ ആരാധനക്രമത്തിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ് പ്രത്യക്ഷീകരണ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ 6-ാം തീയതി പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ 3-ാം തീയതിയിലെ പ്രാർത്ഥനകൾ പെസഹ ബുധനാഴ്ചയിലെ ഗീതങ്ങളുമായിട്ട് സാമ്യമുള്ളതാണ്. 4-ാം തീയതിയിലെ പ്രാർത്ഥന ഈ പെസഹ വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനകളുമായിട്ട് സാമ്യമുള്ളതാണ്. 5-ാം തീയതിയിലും 6-ാം തീയതിയിലെ പ്രാർത്ഥനകൾ ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളുമായിട്ട്, ഗാനങ്ങളുമായിട്ട്, സങ്കീർത്തനങ്ങളുമായിട്ട് ഒത്തിരി സാമ്യമുള്ളതാണ്. ഒരു വിശ്വാസ ഒരു തലമാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അവൻ്റെ
രക്ഷാകര ദൗത്യത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന, പരിപൂർണത എന്ന് പറയുന്ന പീഡാസഹന മരണ ഉദ്ധാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാനം പോലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ രക്ഷാകരമായ പദ്ധതിയിലെ ഏറ്റവും സവിശേഷമായ ആ ദിവസങ്ങളിലുള്ള സംഭവത്തിലുള്ള പങ്കുചേരലും രക്ഷാകരമായ ഒരു അനുഭവത്തിലേക്കുള്ള നമ്മുടെ സ്വീകരണമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈശോയുടെ മാമോദീസയിലൂടെ ഈ രക്ഷാകര പെസഹ രഹസ്യങ്ങളുടെ ഒരു ആഘോഷം തന്നെ മുന്നേ നടത്തുന്നു എന്ന് ചിന്തിക്കുന്നതും ഇത്തരണത്തിൽ ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ്. വീണ്ടും നമ്മൾ ആ സുവിശേഷ ഭാഗത്തിൽ കടന്നു പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ സുവിശേഷൻ എഴുതുന്ന ഇങ്ങനെയാണ്: സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഈശോ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയാണ്. അപ്പം അതിനുമുമ്പ് സ്വർഗം അടഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ മാമോദീസ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ പാപം വഴിയായി അടച്ചു കളഞ്ഞ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് സ്വർഗം തുറക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായി കാണില്ല. കാരണം ഈ ഭൂമിയിൽ ഈ തുറക്കുന്ന സ്വർഗത്തിന്റെ കൃപ സ്വീകരിക്കുവാൻ പറ്റിയ വ്യക്തി ഉണ്ടായി കാണില്ല. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ വരവോടുകൂടെ ഈ ഭൂമിയും സ്വർഗം തമ്മിലുള്ള ആ അകൽച്ച ഇല്ലാതാകുകയും സ്വർഗത്തിന്റെ കവാടം തുറക്കുകയും ദൈവികമായ കൃപ ഭൂമിയിലേക്ക് ഒഴുകുകയും ചെയ്തു. ആ കൃപ യേശുക്രിസ്തുവിൽ ആണ് നിറയുന്നത്. യേശുക്രിസ്തു തന്നെയാണ് ആ കൃപ. അതുകൊണ്ട് അവനോട് ഐക്യപ്പെട്ടവർക്ക്, ജ്ഞാനസ്നാനത്തിലൂടെ ഈ കൃപയുടെ സ്രോതസ്സായ ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ആ സ്വർഗീയമായ കൃപ ലഭിക്കുവാനുള്ള സാധ്യതയും തുറന്നു കിട്ടുകയാണ്. അപ്പൊ ഈ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആ സ്വർഗം എപ്പോഴും തുറന്നിരിക്കണം. ഞാൻ നിങ്ങളും ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലെയും നിങ്ങളുടെ മേലെയും സ്വർഗത്തിന്റെ കവാടം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർഗവുമായിട്ടുള്ള നിരന്തരമായൊരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതാണ് മാമോദീസായുടെ വരപ്രസാദം എന്ന് പറയുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി എല്ലാ ദിവസവും രാവിലെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്: എൻ്റെ ഈശോയെ, മാമോദീസയിൽ എനിക്ക് ലഭിച്ച ദൈവീക കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. വേറെ ഒന്നുമല്ല, മാമോദീസയിൽ സ്വർഗം തുറന്നുകൊണ്ട് തൻ്റെ മേലെ ചൊരിയപ്പെട്ട ആ കൃപയിൽ വളർന്നു വരുവാൻ, ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലുമുള്ള പ്രാർത്ഥന നമുക്കത് അത്രമാത്രം വിശുദ്ധിയിൽ ആ വ്യക്തി വളർന്നു എന്ന് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ മാമോദീസയിൽ ലഭിച്ച ആ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ മേലെ തുറന്നു വെച്ച സ്വർഗത്തിന്റെ കവാടം ഇനി പാപം ചെയ്ത് അടയ്ക്കാതിരിക്കുവാൻ, അതാ പൗലോസ് പറയുക, നിങ്ങൾ ജ്ഞാനസ്നാനത്തിലൂടെ നിങ്ങൾ പാപത്തിൽ മരിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ മർത്ത ശരീരത്തിൽ പാപം ഭരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗം നമ്മുടെ മേലെ തുറന്നിരിക്കുന്നു. ഇനി ആ സ്വർഗം പാപം വഴിയായിട്ട് നമ്മൾ അടച്ച് കളയാൻ പാടില്ല. ഈ ഒരു ദൈവികമായ കൃപ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്, നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. വീണ്ടും ജനനമെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിൽ, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരികമായ അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വീണ്ടും ജനനമെന്ന് ഈശോ കൂടെ പറയുന്നുണ്ട്. ആത്മാവിലും ജലത്താലും വീണ്ടും ജനിക്കണമെന്ന് ഈശോ പറയുകയാണ്. അപ്പൊ മാമോദീസ എന്ന് പറയുന്ന കൂദാശ വഴിയായിട്ട് ഒരു വ്യക്തിയുടെ വീണ്ടും ജനനം സംഭവിച്ചിരിക്കുന്നു. ആ വ്യക്തി ഇതുവരെയുള്ള ആ പാപത്തിന്റെ, ജന്മപാപമാകട്ടെ കർമ്മപാപമാകട്ടെ, അതിന്റെ സ്വാധീനത്തിൽ നിന്നും പൂർണ്ണമായ വിടുതൽ കിട്ടി ദൈവത്തിന്റെ ഒരു മകന്, ദൈവത്തിന്റെ ഒരു മകള് ആ ഒരു സ്ഥാനത്തേക്ക്, ആ ഒരു അവകാശത്തിലേക്ക്, ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഒരു വ്യക്തി മാറുന്ന സമയമാണ് മാമോദീസ എന്ന് പറയുന്ന പുണ്യപ്പെട്ട സമയം എന്ന് നമുക്ക് ഓർക്കാം. ഇപ്പൊ ദൈവിക ജീവൻ നമ്മൾ നിറയുന്ന, ദൈവികമായ സാന്നിധ്യം നമ്മൾ നിറയുന്ന, ദൈവിക സാന്നിധ്യം നമുക്കായി തുറന്നു തരുന്ന ഒരു സമയമാണ് നമ്മുടെ മാമോദീസ എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ സ്വർഗവുമായിട്ട് നമ്മൾ സ്ഥാപിച്ച ഒരു പുതിയ ബന്ധം, മാമോദീസായ വേളയിൽ കിട്ടിയ ബന്ധം, ഈ സ്വർഗം എപ്പോഴാണ് തുറക്കുന്നത്?
അത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുകയാണ്. എങ്ങനെ? ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാമോദീസ വേളയിലും ഒത്തിരി പ്രാർത്ഥന അവിടെ രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, തലതൊട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെയുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാത്തിനുപരി സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ സഭയിലേക്ക് ഒരു വ്യക്തി ഒരു അംഗമായിട്ട് പ്രവേശിക്കുന്ന ഒരു പുണ്യപ്പെട്ട ദിനമായതുകൊണ്ട് സഭാസമൂഹം മുഴുവനും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ആ സ്ഥലത്ത് ദേവാലയത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം, ദൈവ കൃപ ലഭിക്കുന്ന അനുഭവം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുന്ന അനുഭവം ഒക്കെ ഒരു വ്യക്തിക്കുണ്ടാകുക, ഒരു ശിശുവാണെങ്കിൽ പോലും. അങ്ങനെ സ്വർഗം തുറക്കപ്പെടുന്നത് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണെങ്കിൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ തുറക്കപ്പെട്ട സ്വർഗം അടയ്ക്കാതിരിക്കുവാനുള്ള ഒരു എളുപ്പമാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പം നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, അനുനിമിഷമുള്ള പ്രാർത്ഥനയിലൂടെ ഈ സ്വർഗത്തിൻ്റെ കൃപകൾ ഓരോ സമയത്തും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. മാമോദിസ വഴിയായി കർത്താവിൻ്റെ ആ സഭയിലേക്ക് അംഗമായ വ്യക്തിക്ക് ദൈവികമായ രക്ഷയുടെ എല്ലാ സമ്പത്തും സമ്പാദ്യവും നിക്ഷേപവും സഭയിലായിരിക്കുന്നുകൊണ്ട്, സഭയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു സഭാംഗത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം, ഇഷ്ടംപോലെ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ. ഒരുപക്ഷെ നമുക്കൊക്കെ കിട്ടിയ ദൈവിക കൃപ, ദൈവത്തിൻ്റെ പ്രസാദവരം നഷ്ടപ്പെട്ടു പോയത് പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാകാം, പ്രാർത്ഥന വേണ്ടെന്ന് വെച്ചതായിരിക്കാം, പ്രാർത്ഥനയിൽ താല്പര്യമില്ലാതായിരിക്കാം. അറിയാതെ കവാടം അടയ്ക്കപ്പെടുകയാണ്. അപ്പോൾ ഈ കവാടം, തുറക്കപ്പെട്ട കവാടം എന്നും തുറന്നു സൂക്ഷിക്കുവാനുള്ള ഒരു ദൈവികമായ ഒരു എളുപ്പമാർഗം എന്ന് നമുക്ക് പറയാം. ഈ സ്വർഗവുമായിട്ടുള്ള ബന്ധം നിരന്തരമായി സൂക്ഷിക്കുവാനുള്ള, നിലനിർത്തുവാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥനയെന്ന് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മാമോദീസ വേളയിൽ ലഭിച്ച ദൈവത്തിൻ്റെ ആ കൃപ അതിൽ വളരുവാൻ, അതിൽ ആഴപ്പെടുവാൻ, അത് വർദ്ധിക്കുവാൻ ഉള്ള അവസരമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. നമുക്കറിയാം, മാമോദീസ എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്. അതിന് കാരണം ഈശോയുടെ മാമോദീസയാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഈശോയുടെ മാമോദീസ വഴി തന്നെയാണ് മറ്റ് മാമോദീസയ്ക്ക് ഫലമുണ്ടാകുന്നതും. അപ്പോൾ ഈശോയുടെ മാമോദീസ വേളയിൽ നമ്മൾ കേൾക്കുന്ന സ്വരമുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്, ത്രിത്വത്തിൻ്റെ സാന്നിധ്യം. പുത്രൻ നദിയിൽ സ്വീകരിക്കാൻ നിൽക്കുന്നു, ഉടനെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു, പിതാവിൻ്റെ ഒരു സ്വരം കേൾക്കുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു. അപ്പോൾ ത്രിത്വത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും വ്യക്തമായ എക്സ്പ്രഷൻ നമ്മൾ കാണുക ഈശോയുടെ ജ്ഞാനസ്നാന വേളയിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു പരിപൂർണമായ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, ഈശോയുടെ മാമോദീസ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു ആരംഭമാണ്. എന്തിലേക്കുള്ള ആരംഭം? അവൻ്റെ പൂർണ്ണമായ സഹനത്തിലേക്കും മരണത്തിലേക്കും അവൻ്റെ ഉയർപ്പിലേക്കുമുള്ള ഒരാരംഭം. ആ ആരംഭത്തിന് വേണ്ടി ആരംഭം കുറിക്കുമ്പോൾ ഈ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കപ്പെട്ടതുപോലെ ഈശോ, ഉദ്ധാനം ചെയ്ത ഈശോ പിന്നീട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിലെ 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അപ്പൊ ഈശോ ഉച്ചരിച്ച ഈ തിരുമൊഴികൾക്ക് ശേഷം ശിഷ്യന്മാർ നടത്തിയ എല്ലാ മാമോദീസകളും, എല്ലാ ജ്ഞാനസ്നാനവും യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലേക്കുള്ള ഒരു ഉൾച്ചേർച്ചയായിരുന്നു. അതിനുശേഷം സഭയിലൂടെ നടക്കുന്ന എല്ലാ ജ്ഞാനസ്നാനവും ഈ ത്രിത്വിക ദൈവത്തിലേക്ക് ഒരു വ്യക്തിയെ കൂട്ടി നിർത്തുന്ന ഒരു സംഭവമാണ്, ഒരു സമയമാണ് എന്ന് നമ്മൾ മറന്നു പോകണ്ട. അപ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓരോ വ്യക്തിയും ഉൾച്ചേരുകയാണ്. അപ്പം ആദിമസഭയിൽ മാമോദീസ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന് പൂർണ്ണമായ മാറ്റമായിരുന്നു. അവരുടെ ജീവിതത്തെ സമ്പൂർണമായിട്ട് അവർ ദൈവഹിതത്തിലേക്ക് മാറ്റി സമർപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് മാമോദീസ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം.
ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിലും മാമോദീസ എന്ന് പറഞ്ഞാൽ കേവലമായൊരു ആഘോഷം, അല്ലെങ്കിൽ കേവലമായൊരു ഒരു 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 കൂദാശീകരണം, അതെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു സംഭവമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ പുതിയ ജീവിതം, സ്വർഗീയ ദർശനമുള്ള ദൈവത്തിന് തൻ്റെ ദൗത്യം നമ്മിൽ നടപ്പിലാക്കുവാൻ നമ്മൾ സമ്മതം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ദൗത്യം നമ്മൾ നടപ്പിലാക്കുന്നു. നമ്മുടെ ദൗത്യം എന്താ? പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്നെ നടപ്പിലാക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. 2, ഞാൻ എൻ്റെ ഭാഗം ഞാൻ ജീവിക്കുന്നു, പാപം ചെയ്യാതെ ജീവിക്കുന്നു. പാപം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകാൻ കാരണം അതാണ്. അപ്പം മാമോദീസയിലൂടെ ഈ ദൈവിക പദ്ധതിക്ക് നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. വിശുദ്ധ ഇറേനിയൂസ് പറയുന്നത് നിത്യജീവന്റെ മുദ്ര എന്നാണ് മാമോദീസ വേളയിൽ. ഈ മുദ്ര പതിഞ്ഞവരുടെ, മാമോദി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ കൃപ ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ അടുക്കൽ ഒരു സഹോദരി ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു പ്രാർത്ഥിക്കാൻ. അത് ആ സഹോദരിയുടെ കുഞ്ഞല്ല, അവളുടെ അനുജിത്തിയുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞിന് 4 വയസ്സായി, നല്ല മിടുക്കിയായ പെൺകുട്ടി. പക്ഷെ മാമോദീസ കൊടുത്തിട്ടില്ല. കാരണം ഈ കുഞ്ഞിൻ്റെ അപ്പൻ പള്ളി പോവുകയല്ല, വിശ്വാസവുമില്ല, മദ്യപാനിയാണ്. എത്ര പറഞ്ഞിട്ടും അയാൾ ഈ കൊച്ചിന് മാമോദീസ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത, കാണാൻ നല്ല മിടുക്കിയും നല്ല സ്മാർട്ട് ആയ ഒരു പെൺകുട്ടിയാണെങ്കിലും ഇവക്കൊരു 3 സ്റ്റെപ്പിൽ കൂടുതൽ നടക്കാൻ പറ്റിയാൽ അവളുടെ കാല് പെട്ടെന്ന് ഇങ്ങനെ വീണു പോവുക. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തോ ഒരു ചെറിയ മാരകമായ രോഗമാണ്. അതിന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, ഒരു തിങ്കളാഴ്ച ഓപ്പറേഷൻ. അത് മംഗലാപുരത്തെ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ അവർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ശനിയാഴ്ച ഞങ്ങളുടെ ഏകദിന കൂട്ടായ്മയ്ക്കാണ് ഈ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ആർമണ്ടച്ചൻ, ഞങ്ങളുടെ അവിടെ സ്ഥാപിച്ച അച്ഛനാണ് ആർമണ്ടച്ചൻ, വിശുദ്ധനായ അച്ഛനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ കല്ലറയിൽ പോയി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഈ കൊച്ചിന് മാമോദീസ കൊടുക്കുക. ഞാൻ ഈ സ്ത്രീയോട് സാധിക്കുമെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് അച്ഛനോട് പറഞ്ഞ് ഞായറാഴ്ച മാമോദീസ കൊടുക്കുക, എന്നിട്ട് ഓപ്പറേഷന് പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും അവർ അതിനുശേഷം പോയി. അടുത്ത ശനിയാഴ്ച ഇതേപോലെ ഏകദിന കൂട്ടായ്മ സമയത്ത് ഞാൻ കുർബാന കയറുന്നതിന് മുമ്പ് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക. അച്ഛാ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ എന്താ സാക്ഷി? ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇത് പറഞ്ഞിരിക്കുമ്പോൾ ഇവരുടെ ഈ കുഞ്ഞിൻ്റെ അമ്മ, ഈ സ്ത്രീയുടെ അനുജത്തി പുറത്ത് നിൽക്കുക. അവിടെ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു, കൊച്ചിനെ ഇങ്ങനെ വിടാൻ പറഞ്ഞു. ഉടനെ നമ്മുടെ ധ്യാന ഹാളിലൂടെ ഈ കുഞ്ഞ് അങ്ങേയറ്റത്തും ഇങ്ങനെ ഈ ആൾത്താരുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരുവിധ സ്പീഡിലേക്ക് നടന്നു വരിക. ഒരു ബാലൻസ് പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഈ കുർബാന ഈ സ്ത്രീ അവിടെ വെച്ച് തന്നെ മൈക്കിൽ കൂടെ പറയുകയാണ്, അന്ന് ഇവിടെ വന്ന് ആർമടച്ചനടുത്ത് പോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് വീട്ടിൽ പോയി പറഞ്ഞു, ഞായറാഴ്ച അച്ഛനെ പോയി കണ്ട് പറഞ്ഞ് എന്താണ് അർത്ഥത്തില്ല, ഈ കുഞ്ഞിൻ്റെ അപ്പൻ സമ്മതിച്ചു, കൊച്ചിന് മാമോദീസ കൊടുത്തു. ആ ഞായറാഴ്ച മാമോദീസ കൊടുത്തു, ഞായറാഴ്ച വൈകുന്നേരം കൊച്ച് സൗഖ്യപ്പെട്ടു. തിങ്കളാഴ്ച ഓപ്പറേഷന് പോയില്ല, കൊച്ചിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നത്തെ ശനിയാഴ്ച അവർ നന്ദി പറയാൻ വേണ്ടി, സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വരികയാണ്. അപ്പം മാമോദീസ എന്ന് പറയുന്ന ആ ഒരു കൂദാശയിലൂടെ കർത്താവായ ദൈവം നമ്മളെ എല്ലാവരെയും എത്രയധികമായി അനുഗ്രഹിക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു പുണ്യപ്പെട്ട ഒരു സംഭവമാണ് മാമോദീസ എന്ന കൂദാശ. അതിലൂടെ കിട്ടിയ ദൈവിക വരപ്രസാദം സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ടെന്ന് ഓർക്കാം. 1946 മെയ് മാസം അൽഫോൻസാമ അച്ഛൻ എഴുതിയ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പ്രിയപ്പെട്ട പിതാവേ, മാമോദീസയിൽ എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ പ്രസാദവരം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവം ഇതുവരെ എന്നെ അനുവദിച്ചു. നമുക്കറിയാം, പിന്നീട് ഏതാനും നാൾ കഴിയുമ്പോൾ അൽഫോൻസാമ മരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ മറന്നു പോകരുത്. ആ ഒരു പുണ്യം, ആ ഒരു കൃപയിൽ നമുക്ക് വളരുവാൻ സാധിക്കട്ടെ. ആ ഒരു കൃപയിലൂടെ സഭയിലേക്ക് വരികയും സഭയുടെ അനുഗ്രഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കർത്താവായ ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ എല്ലാ ശക്തിയും നമുക്ക് തുറന്നു കിട്ടിയതാണ് നമ്മുടെ മാമോദിസ വേള എന്ന് ഓർക്കാം. അതിനുവേണ്ടി സഹായിച്ചവരെയും ഒരുക്കിയവരെയും പ്രത്യേകിച്ച് തലതൊട്ടവരെയും ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
സന്തോഷം. കൊള്ളാം, നല്ല സൂപ്പർ. ഇങ്ങനെ വാക്കുകളില്ല പറയാനായിട്ട്, അത്ര നന്നായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇനി എല്ലാ വർഷവും ഇങ്ങനത്തെ ശലം ഇത് നടത്തും.